ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് RRB JEയുമായിട്ടുള്ള നമ്മുടെ ഒരു വീഡിയോ സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് പേര് ചോദിക്കാറുള്ള ചോദ്യമാണ്, RRB JEയിൽ നമ്മൾ ഓരോ സോൺസൊക്കെ അപ്ലൈ ചെയ്യും അല്ലേ? അതായത് നമ്മൾ ചെന്നൈ സോൺ അപ്ലൈ ചെയ്യാറുണ്ട്, നമ്മൾ ബാംഗ്ലൂർ സോൺ അപ്ലൈ ചെയ്യും, നമ്മൾ മറ്റ് മുംബൈ സോൺ അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്താൽ കേരളത്തിലേക്ക് തിരിച്ച് ട്രാൻസ്ഫറിനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ നമ്മൾ വേക്കൻസി നോക്കുമ്പോൾ കേരളത്തിൽ കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ചെന്നൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ കിട്ടില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവാറുണ്ട്. സോ നമ്മളൊക്കെ നേരത്തെ ഇത്തരം വീഡിയോസുകളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഈ എക്സാമുമായിട്ടുള്ള ആ ഒരു ട്രാക്കിൽ പോകുന്ന സമയത്ത് ആ ഒരു മൊമെൻറ്റം കൃത്യമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ RRBയുടെ മറ്റേതെങ്കിലും ഒരു സോണിൽ നിന്ന് കേരള സോണിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ വേണമെന്നുണ്ടെങ്കിൽ 3 തരത്തിലാണ് റെയിൽവേയിൽ അത് പോസിബിൾ ആവുക. ഓക്കെ, അതായത് നിങ്ങൾ മറ്റൊരു സോണിൽ വർക്ക് ചെയ്യുമ്പോൾ മറ്റൊരു സോണിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ 3 തരത്തിലാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ പറ്റുക. അതിൽ ഒന്നാമത്തെ നോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തെങ്ങാനും ട്രാൻസ്ഫർ വാങ്ങാനുള്ള ഒന്നാമത്തെ മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിയണം. ഓക്കെ, നിങ്ങൾ ഏത് സോണാണോ ചൂസ് ചെയ്തത്, അപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങൾ ഏത് സോണാണോ ചൂസ് ചെയ്തത് ആ സോണിൽ 5 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് ചെന്നൈയിൽ ഒരാൾ, അയാൾക്ക് കേരളത്തിലേക്ക് വരണം. അപ്പോൾ അയാൾ ചെന്നൈയിൽ നിന്ന് 5 വർഷം വർക്ക് കംപ്ലീറ്റ് ആയാൽ മാത്രമേ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്ലൈ ചെയ്താൽ കിട്ടുമോ? അതാണ് അടുത്ത ചോദ്യം. അപ്ലൈ ചെയ്താൽ കിട്ടുമോ എന്നുള്ളത് ഡിപ്പെൻസ് ആണ്. ഉദാഹരണത്തിന് കേരളത്തിൽ നിന്നൊരാൾ തിരിച്ച് തമിഴ്നാട്ടിലേക്കുള്ള സോണിലേക്ക് പോകാമെന്ന് വിചാരിക്കുക, ചെന്നൈ സോണിലേക്ക് പോകാമെന്ന് വിചാരിക്കുക, കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടത്തെക്കാൾ കൂടുതൽ വേക്കൻസിയും ഒരുപാട് ഒഴിവുകളൊക്കെ വരാൻ പോകുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. എന്നാൽ ചെന്നൈയിലുള്ള ഒരാൾ കേരളത്തിലേക്ക്, മനസ്സിലാക്കണം, ചെന്നൈ മാത്രമല്ല ബാംഗ്ലൂരിലും അതേപോലെ തന്നെ മുംബൈയിലൊക്കെ ഉള്ള ആൾക്ക് കേരളത്തിലേക്ക് വരേണ്ടി വരും. അപ്പോൾ കേരളത്തിലാണെങ്കിലോ വേക്കൻസീസ് വളരെ കുറവാണ്. അപ്പോൾ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ഈ രീതിയിൽ കിട്ടാൻ, നോർമൽ രീതിയിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് ഇവിടുന്ന് മനസ്സിലായല്ലോ. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമതൊരു സാധ്യത, രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത്, ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്, മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതായത് നിങ്ങളൊരാൾ ചെന്നൈ സോണിൽ വർക്ക് ചെയ്യാണ്, കേരളത്തിലൊരാൾ ചെന്നൈ സോണിൽ വർക്ക് ചെയ്യാണ്, ചെന്നൈയിലൊരാൾ കേരളത്തിലും വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവർ തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് അവർക്ക് ഒരുമിച്ച് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 2 സോൺസിലേക്ക് മാറാനുള്ള, അവർക്ക് 2 പേർക്കും ആ ഡിഫറെൻറ്റ് സോൺസിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതാണ് മ്യൂച്വൽ ട്രാൻസ്ഫറിലൂടെ സംഭവിക്കുന്നത്. സോ ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് മാറിയെടുക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് മ്യൂച്വൽ ട്രാൻസ്ഫറാണ്. കാരണം ഒന്നാമത്തേൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം ഒഴിവുണ്ടെങ്കിലേ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ കിട്ടുള്ളൂ. ഒഴിവിനുള്ള സാധ്യത അത്രയും വിരളമാണ് എന്നുകൂടി മനസ്സിലാക്കുക. കാരണം വർഷങ്ങളായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. സോ അവർക്കായിരിക്കുമല്ലോ പ്രയോറിറ്റി പോകുന്നുണ്ടാവുക. സോ അത് മനസ്സിലാക്കുക. ഇനി മൂന്നാമതൊരു മെത്തേഡ് കൂടി ഉണ്ട്. മൂന്നാമത് സ്പോസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിലുള്ള എല്ലാ പോസ്റ്റുകളിലും ഇത് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പങ്കാളിക്ക് കേരളത്തിൽ ജോലി ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ ചെന്നൈ സോണിൽ വർക്ക് ചെയ്യുന്നു, എന്നാൽ നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് കേരളത്തിൽ ഗവൺമെൻറ് സർവീസിൽ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം, ഈ സ്പൗസ് ട്രാൻസ്ഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളി കേരളത്തിൽ ഗവൺമെൻറ് സർവീസിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും അവരുടെ അടുത്ത് തന്നെ താമസിക്കാൻ അല്ലെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ജോബ് ചെയ്യാനുള്ള റൈറ്റ്സ് നൽകുന്നൊരു മെത്തേഡ് കേന്ദ്ര സർക്കാരിൻ്റെ സർവീസിൽ അവൈലബിൾ ആണ്. സോ ആ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരളത്തിലേക്ക് ട്രാൻസ്ഫർ വാങ്ങാവുന്നതാണ് മൂന്നാമത്തെ മെത്തേഡ്. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രൈവറ്റ് സെക്ടർ ജോബ് ഒന്നും ഇതിൽ കൺസിഡർ ചെയ്യില്ല. ഗവൺമെൻറ് സെക്ടർ, അത് സെൻട്രൽ ആവണം നിർബന്ധമില്ല കേട്ടോ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആയാലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഗവൺമെൻറ് സർവീസ് ആയിരിക്കണം എന്ന് മാത്രം. ഇതാണ് 3 ട്രാൻസ്ഫർ മെത്തേഡ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ട്രാൻസ്ഫർ എങ്ങോട്ടാണ് പോകാൻ പറ്റുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക, അത് രണ്ടാമത്തെ മ്യൂച്വൽ ട്രാൻസ്ഫറിലൂടെ ആയിരിക്കും നമുക്ക് ട്രാൻസ്ഫർ നടത്താൻ സാധിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ ട്രാൻസ്ഫർ ആവുന്നത് കൊണ്ട് നമ്മുടെ കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുകൂടി നമ്മൾ അറിയണമല്ലോ. തീർച്ചയായിട്ടും അറിയണം. അതായത് നിങ്ങളൊരു സോണിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു സീനിയോറിറ്റി കിട്ടും. അത് നിങ്ങളുടെ റാങ്കിൻ്റെയും നിങ്ങളുടെ ട്രെയിനിങ് പെർഫോമൻസിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്കൊരു സീനിയോറിറ്റി കിട്ടും. ഇപ്പോൾ ചെന്നൈ സോണിലുള്ള ഒരാളുടെ സീനിയോറിറ്റി ഞാൻ പറയുകയാണ് 100 ആണെന്ന് വിചാരിക്കുക. ചെന്നൈ സോണിൽ ഒരാളുടെ സീനിയോറിറ്റി 100 ആണ്. ആ ചെന്നൈ സോണിൽ 100 സീനിയോറിറ്റി ഉള്ള ആൾ കേരളത്തിലേക്ക് വരുന്ന സമയത്ത്
കേരളത്തിലെ ഏറ്റവും അവസാനക്കാരനായിട്ടായിരിക്കും അയാൾ വരുന്നുണ്ടാവുക. അതാണ് ഈ മ്യൂച്വൽ അതാണ് ഈ ട്രാൻസ്ഫറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇയാൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ആളായിട്ടായിരിക്കും ഇയാൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പോസ്റ്റിംഗ് വരിക. അതായത് ഇയാളെക്കാട്ടിലും ജൂനിയർ ആയിട്ടുള്ള ആളുകൾ ഇയാളുടെ സീനിയേഴ്സായിട്ട് ഇവിടെ മുകളിൽ വരുന്നുണ്ടാവും. അതായത് ഇയാൾ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ പരീക്ഷ എഴുതി കയറിയ ആളുകളും ഇയാളെക്കാട്ടിലും മുകളിലാണ്. കാരണം ഇയാൾ ഏറ്റവും അവസാനക്കാരനായിട്ടാണ് ആ സോണിലേക്ക് വരുന്നുണ്ടാവുക. സീനിയോറിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ട് സാലറി ഒന്നും കുറയൊന്നുമില്ല, പക്ഷേ പ്രൊമോഷൻ സാധ്യത പിന്നീട് എന്ത് ചെയ്യും, അത് കൃത്യമായിട്ട് നിങ്ങളെ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അതാണ് മ്യൂച്വൽ ട്രാൻസ്ഫർ. കാരണം എല്ലാത്തിനും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സീനിയോറിറ്റി നഷ്ടപ്പെടും, സാലറിയിലൊന്നും മാറ്റില്ല. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈവൻ കുറച്ച് പ്രൊമോഷൻസ് കിട്ടിയില്ലെങ്കിലും അതല്ലേ ഏറ്റവും കംഫർട്ടബിൾ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണല്ലേ. അപ്പോൾ ഇത്രയാണ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. RRB ജെയുടെ ആ ഒരു മൊമെൻറ്റം നിങ്ങൾ നിലനിർത്തുക. എക്സാമിങ് പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട് അല്ലേ, നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോകുന്നുണ്ട്. സോ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി നിങ്ങളുടെ ആ ഒരു മൊമെൻറ്റം നിലനിർത്താൻ നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് കണ്ടിന്യൂ ചെയ്യും. RRB JE സീരീസിൽ നമ്മൾ അടുത്ത വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. അപ്പോൾ ഈ RRB JE കോഴ്സ് ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയുടെ ഏറ്റവും മികച്ചൊരു കോഴ്സ് നമ്മൾ ഈ RRB JE എക്സാമിന് വേണ്ടി നടത്തുന്നുണ്ട്. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇവിടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.